10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് ഒരു 10 വർഷത്തിൽ ഞാൻ എവിടെയാണെങ്കിലും നിങ്ങൾ എന്നെ തേടി പിടിച്ചുക. എന്നിട്ട് അന്ന് വേണം നിങ്ങൾക്ക് എന്നോട് പറയാം ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. സോ ഈ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മക്കളെ, നിങ്ങൾക്ക് പലർക്കും ആഗ്രഹമായിരിക്കും 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടാൻ. അതിന് പല കാരണങ്ങളുണ്ട്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയാൽ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒബ്വിയസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വാങ്ങണം എന്നുള്ള കാര്യം കൺവിൻസ്ഡ് ആയാൽ നല്ല കാര്യം. ഇനി അത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊന്നും എനിക്ക് വലിയ കാര്യമുള്ള കാര്യമല്ല, വേറെ എന്തെങ്കിലും വേണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി റീസൺ തരാം. മക്കളെ, ഏറ്റവും ഒബ്വിയസ് ആയിട്ടുള്ള ഏറ്റവും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നുമില്ല. ഫസ്റ്റ് A+ കിട്ടി, ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാവും, നമ്മുടെ ടീച്ചേഴ്സിന് സന്തോഷമാവും, നമ്മുടെ പേരൻസിന് സന്തോഷമാവും, എല്ലാവർക്കും സന്തോഷമാവും, അതിലൊരു സംശയമില്ല. രണ്ടാമത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് പറയാം എനിക്ക് ഫുൾ A+ കിട്ടി, ഫുൾ A+ കിട്ടിയെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം. പുതിയ സ്കൂളിൽ പോകുമ്പോൾ അവിടെ അവർ ചോദിക്കുമ്പോൾ അത് പറയാം. അപ്പോൾ ഒരു ചെറിയൊരു അഭിമാനമൊക്കെ കിട്ടും. വലിയ കാര്യമൊന്നുമില്ല എങ്കിലും ചെറിയ അഭിമാനമൊക്കെ കിട്ടും അല്ലേ? നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ പറയാൻ പറ്റും, നിങ്ങൾക്ക് നാളെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരോടും പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കിടക്കുക നിങ്ങളൊരു ഫുൾ A+ കാരനാണെന്ന് പറഞ്ഞു കിടക്കുക. ഒരു നല്ലൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ +1 അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഒക്കെ എന്താ പ്രശ്നം വെച്ചാൽ കുറേ പേർക്ക് ഫുൾ A+ ആണ്. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ് നല്ല സ്കൂൾ കിട്ടാൻ, നല്ല കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ വേണ്ട കോഴ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ നേരെ മറിച്ച് ഫുൾ A+ കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ വേണ്ട കോഴ്സ് തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. കാരണം ഭയങ്കര കുറേ പേർക്ക് ഫുൾ A+ കിട്ടുന്ന സ്ഥിതിക്ക് ഫുൾ A+ ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ഫുൾ A+ കാരനോ ഒരു ഫുൾ A+ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ ഒരു അഡ്മിഷൻ വാങ്ങിച്ചെടുക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഉദ്ദേശിച്ച കോഴ്സിൽ കിട്ടിയില്ല എന്നിട്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും, നിങ്ങൾ ഓവർ കഷ്ടപ്പെട്ടാലും പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് ഭയങ്കര നല്ല രീതിയിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങളും കുറേ പേരെടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഭയങ്കര സന്തോഷമാവും, പേരൻസിന് സന്തോഷമാവും, പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സിന് സന്തോഷം, സ്കൂളിൽ ഭയങ്കര അഭിമാനമൊക്കെ വരും, നിങ്ങൾക്കും അഭിമാനം വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ സാർ എനിക്ക് ഫുൾ A+ വാങ്ങണം, ഞാൻ ഫുൾ A+ വാങ്ങാൻ റെഡിയാണ്, മോട്ടിവേറ്റഡ് ആയി തോന്നുകയാണ്. ഈ കാരണങ്ങളൊക്കെ എൻ്റെ മുന്നിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ, എൻ്റെ കണ്ണ് അടച്ച് ചിന്തിച്ചാൽ ഈ കാരണങ്ങളൊക്കെ മതി എനിക്ക് ഫുൾ A+ നേടാൻ വേണ്ടി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇന്ന് നിങ്ങളിപ്പോൾ ഫുൾ A+ വാങ്ങിക്കുക. ചിലവർ ഇപ്പോഴും കൺവിൻസ്ഡ് ആയിട്ടുണ്ടാവില്ല, സാർ എനിക്ക് ഇതൊന്നും പോരാ, ഇതൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളല്ലേ, ഇതൊക്കെ എന്തിനാണ്? അങ്ങനെയുള്ളവർക്ക് ഒരു അടിപൊളി കാരണം ഞാൻ തരാം. മക്കളെ, ഞാൻ 10ാം ക്ലാസ്സിൽ ഇതേപോലെ ഫുൾ A+ വാങ്ങിയ ഒരാളാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയോണ്ട് എനിക്ക് എന്ത് കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, അന്നേ വരെ എനിക്ക് ലൈഫിൽ വലിയ കാര്യമായിട്ട് അച്ചീവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുന്ന ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നാച്ചുറലി എന്ത് ചെയ്തു, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു അല്ലേ? സാധാരണ പോലെ എല്ലാവരും പഠിക്കുന്ന പോലെ എന്താണ്, എല്ലാ ദിവസവും വൈകുന്നേരം നന്നായി പഠിച്ച് പരീക്ഷ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മണിക്കൂറൊക്കെ കൂടുതലിരുന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടാണ് ആ ഫുൾ A+ വാങ്ങിച്ചെടുത്തത്. പക്ഷേ ആ ഫുൾ A+ കിട്ടിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അന്നേ വരെ എനിക്ക് എൻ്റെ ലൈഫിൽ മനസ്സിലാക്കാത്തൊരു കാര്യമായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മൾ ഒരു ഗോൾ മനസ്സിലുണ്ടെങ്കിൽ, ഒരു ഗോൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ സിൻസിയറായിട്ട്, ഓക്കെ, ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല, സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ അത് നടന്നിരിക്കും. അത് നേടിയെടുക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ഒരു രസമുണ്ടല്ലോ. അതായത് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൈഫിൽ അത് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിലൂടെ നിർത്തില്ല, ഫുൾ A+ കിട്ടി ഞാൻ നിർത്താൻ പോവാണ്, ഇല്ല. നിങ്ങളുടെ മനസ്സിലുണ്ട് ഞാൻ കഷ്ടപ്പെട്ടാൽ ഇനിയും എനിക്ക് മുകളിലേക്ക് പോകാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം. +1 +2 നന്നായി പഠിച്ച്, പിന്നെ കോളേജിൽ നന്നായി പഠിച്ച്, ഞാൻ പിന്നെ പഠിച്ചത് തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, IIM പഠിച്ചത്. അവിടെ പഠിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അതിനുശേഷം ഇപ്പം അലൻ സാറും ഞാനും കൂടെ ചേർന്ന് നമ്മുടെ എക്സാമിനർ എന്ന് പറഞ്ഞാൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. അപ്പം ഇതിനൊക്കെ ഒരു ചെറിയ പങ്കെങ്കിലും അന്ന് ആ A+ വാങ്ങിയ ഒരു കാര്യത്തിലുണ്ട്. അത് A+ കിട്ടിയോണ്ടല്ല, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു മനസ്സിലൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിലേക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അതിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു അറിവുണ്ട്, ഒരു വിസ്ഡം ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ വേറെ ലെവലിൽ തന്നെ എത്തും. നിങ്ങളുടെ ലൈഫ് തന്നെ മാറി. അത് ഒരു പേപ്പറിൽ, ഒരു മാർക്ക് ഷീറ്റിൽ ആരോ ഒരു A+ സ്റ്റാമ്പ് അടിച്ച് തരുന്നതുകൊണ്ടല്ല.
നിങ്ങളുടെ ആ ഒരു A+ലേക്കുള്ള ജേണി നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് പഠിപ്പിക്കാൻ പോകുന്നു, അതാണ് ഏറ്റവും നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാൻ പോകുന്ന, ഈ ഫുൾ A+ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വാല്യൂബിളായിട്ടുള്ള ഒരു കാര്യം. സോ അതിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫുൾ A+ നേടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. കിട്ടിയോ കിട്ടിയില്ലയോ വിഷയമല്ല, ഈ ജേണി ആയിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മളെ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ആ ജേണി നിങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ മക്കളെ. ഒരു കാരണവശാലും നിങ്ങളുടെ ലൈഫിൽ ഇതുകൊണ്ടൊരു ദോഷമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ച് ഫുൾ A+ വാങ്ങണം. സംശയം ഉണ്ടെങ്കിലും ഫുൾ A+ വാങ്ങണം. എന്നിട്ടൊരു 10 വർഷത്തിൽ ഞാൻ എവിടെയാണെങ്കിലും നിങ്ങൾ എന്നെ തേടി പിടിച്ചുക. എന്നിട്ട് അന്ന് വേണം നിങ്ങൾക്ക് എന്നോട് പറയാം ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. അതുവരെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഫുൾ A+ലേക്കുള്ള ആ ജേണി ശരിക്കും എൻജോയ് ചെയ്ത് ശരിക്കും വർക്ക് ചെയ്ത് അവിടേക്ക് എത്താൻ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് 10 വർഷത്തിൽ കാണാം. കാണുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.